എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിൽ ഒന്നാണ് ദുബായ് എയർപോർട്ട്, അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായ്. ഈ എയർപോർട്ടിലേക്ക് ഡ്യൂട്ടി ഫ്രീയിലേക്ക് ഇപ്പോൾ നിലവിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ്. അവർ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. മറ്റ് ഏജൻസികളൊന്നും തന്നെ ഇതിനിടയിലില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോലി നേടാവുന്നതാണ്. ദുബായ് എയർപോർട്ടിൽ ജോലി നേടാവുന്നതാണ്. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഏതൊക്കെ പൊസിഷനുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഞാൻ പറയാം. ആദ്യമായി വന്നിട്ടുള്ളത് സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ്. കൂടാതെ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ്, വെയർഹൌസ് ആൻഡ് ലോജിസ്റ്റിക്സ് വർക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വേക്കൻസികളിലൊക്കെ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സാലറി പറയുകയാണെങ്കിൽ സെയിൽസ്മാൻ അതേപോലെ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സാലറി ലഭിക്കുക 4000 മുതൽ 5000 UAE ദിർഹം വരെ ആയിരിക്കും. ഓർക്കുക, ഈ ഒരു മേഖലയിൽ സാലറി 4000 UAE ദിർഹം മുതൽ 5000 UAE ദിർഹം വരെ ആയിരിക്കും. വെയർഹൌസ് വർക്കർ പോസ്റ്റിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക് വർക്കർ പോസ്റ്റിലേക്കാണെങ്കിൽ 1800 മുതൽ 3000 UAE ദിർഹം വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. എന്നാൽ കമ്പനി ഇവിടെ ഫുഡിന്റെ കാര്യവും അക്കോമഡേഷന്റെ കാര്യവും മെൻഷൻ ചെയ്തിട്ടില്ല. അതുവഴി നമുക്കറിയാൻ കഴിഞ്ഞത് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നായിരിക്കും. ഇന്റർവ്യൂ സമയത്ത് അത് വ്യക്തത വരുത്തുന്നതായിരിക്കും. ഇവിടെ കമ്പനി ഫുഡും അക്കോമഡേഷനും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ടാക്സ് ഫ്രീ സാലറി, ആനുവൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതായത് നിങ്ങൾക്ക് വർഷത്തിൽ നാട്ടിലേക്ക് വരാം, തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് കയറാം, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ പ്രൊഫഷണൽ ട്രെയിനിങ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഫ്രീ യൂണിഫോം ആൻഡ് ലോണ്ടറി സർവീസ്, അതേപോലെ തന്നെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊമോഷൻസ് എന്നിവ കാര്യങ്ങളെല്ലാം തന്നെ ആ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. ഡിഗ്രിയോ ഡിപ്ലോമയുള്ള അതേപോലെ തന്നെ മിനിമം സെയിം ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇതിലേക്ക് ഓപ്പൺ വേക്കൻസി ആണ്, അതായത് ഏത് രാജ്യക്കാരെയും പരിഗണിക്കും, സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേക്കൻസിയെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു പോയി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും നിങ്ങൾ പോവുക. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അറിയാൻ കഴിയും. താഴെയായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. കൂടാതെ അവിടെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഫോം ഫില്ല് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ATS ഫ്രണ്ട്ലി CV തന്നെ അവിടെ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ATS ഫ്രണ്ട്ലി CV ഇല്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു മികച്ച CV നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, ഉടൻ തന്നെ അപേക്ഷിക്കുക. ഇതുപോലുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്.